അഴിമതിക്കു പേരുകേട്ട് കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരേ. അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണം തച്ചുടയ്ക്കാൻ അണിചേരു കൂട്ടരെ എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന പദയാത്രയിലെ ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഏതായാലും ഈ ഗാനം വന്നതോടുകൂടി കേരളത്തിൽ ഇങ്ങനെ ഒരു പദയാത്ര നടത്തുന്നുണ്ട് എന്നും അതിന് നേതൃത്വം നൽകുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് എന്നും നാട്ടുകാരറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഈ ഒരുപക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJPയിലെ ഒരു വിഭാഗം ആളുകളെങ്കിലും ഈ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുകൂടി ആ പാട്ടിലൂടെ വെളിവാകുകയും ചെയ്തു. മറ്റൊരു കൂട്ടർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചോദിക്കുന്ന കാര്യം ഈ പാർട്ടിയിൽ വെളിവുള്ളവരാരും ഇല്ലേ എന്നുള്ളതാണ്. ഈ ഗാനം എന്ന് പറയുന്നത് ഈ പദയാത്ര, സുരേന്ദ്രൻ്റെ പദയാത്രയുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറക്കിയ ഒരു പദയാത്രാ ഗാനമുണ്ട് അവരുടെ യൂട്യൂബ് ചാനൽ വഴി. അതിൽ ആ പാട്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ ട്രോളായി മാറിയിരിക്കുകയും ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട വരി ഇതുതന്നെയാണ്: അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണം തച്ചുടയ്ക്കാൻ അണിചേരുക കൂട്ടരെ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരുന്ന മറ്റൊരു കാര്യം, ഈ K. സുരേന്ദ്രൻ ഈ കോഴിക്കോട്ട് നടത്തിയ പാർട്ടി അവരുടെ നേതാക്കളുമായിട്ടുള്ള ചർച്ചയിൽ ഒരു പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു. ആ പോസ്റ്ററിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് SC/ST നേതാക്കളുമൊത്തുള്ള ഭക്ഷണം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് കൂടി പറയുകയും ചെയ്തു. 2 കാര്യങ്ങളിൽ BJPയുടെ തനിനിറം ഇന്ന് വെളിപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ഒന്നാണ് നേരത്തെ പറഞ്ഞ പദയാത്രയിലെ ഗാനം എന്നുള്ളത്. രണ്ടാമത് BJPയും സംഘപരിവാർ ശക്തികളും മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം, കൃത്യമായ ജാതി അധിക്ഷേപം തന്നെയാണ് ആ പോസ്റ്ററിലൂടെ സുരേന്ദ്രനും BJPയും പറഞ്ഞു വെച്ചത്. കാരണം കേരളം നവോത്ഥാന കാലഘട്ടത്തിലുൾപ്പെടെ ഒരു നൂറ്റാണ്ടിന് അപ്പുറം പടി കടത്തിയ പഴയ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് പിന്തിരിപ്പൻ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ മൂല്യങ്ങൾ തന്നെയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്, ഇവരുടെ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് വെളിവാക്കുന്നതായിരുന്നു ഈ പോസ്റ്ററിലെ വാചകങ്ങൾ. അതിന് ഇന്ന് K. സുരേന്ദ്രൻ തന്നെ ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മറുപടി പറയുന്നതും എന്താണ്, അങ്ങനെ എന്താണ് SC/ST നേതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. വളരെ കൃത്യമായ ജാതി ചിന്ത, ജാതി അധിക്ഷേപം വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ് K. സുരേന്ദ്രൻ നടത്തിയത്. ഒപ്പം അദ്ദേഹം പറഞ്ഞു താനും ഒരു പിന്നോക്കക്കാരനാണെന്നുള്ളത്. ഈ BJPയുടെ നേതാക്കന്മാരെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മേനി നടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരു ചായക്കടക്കാരൻ്റെ മകൻ രാജ്യം കുട്ടിച്ചോറാക്കിയതിനെ കുറിച്ച് നമ്മൾ ഏറെ എടുത്ത് പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെയും വീമ്പിളക്കൽ അങ്ങനെ തന്നെയായിരുന്നു, ഞാനൊരു ചായക്കടക്കാരൻ്റെ മകനാണ് എന്നുള്ളതാണ്. ഇവിടെ K. സുരേന്ദ്രനും പറയുന്നത് മറ്റൊന്നുമല്ല, ഞാനും ഒരു പിന്നാക്കക്കാരനാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് സംഘപരിവാറിൻ്റെ ഉള്ളിലിരിപ്പ് എന്നുള്ളതാണ്. സംഘപരിവാർ എല്ലാ കാലത്തും ഒരു ജാതി ശ്രേണിയിൽ മുന്നാക്കം നിൽക്കുന്നവരെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും മനുസ്മൃതിയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സാമൂഹ്യ ക്രമം വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സംഘടനയുമാണ് ഈ സംഘപരിവാർ സംഘടനകൾ എന്ന് പറയുന്നത്. ഇത് മറയ്ക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ചില ശ്രമങ്ങളുണ്ട്. അത് നമ്മൾ തന്നെ കണ്ടതാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ എല്ലാ ദളിതുകളുടെയും പ്രശ്നം പരിഹരിക്കുവാൻ ഞങ്ങളൊരു രാഷ്ട്രപതി, ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കിക്കൊണ്ട് ദളിതുകളെ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ദിവസം വരികയും, പാർലമെൻറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയും പാർലമെൻറ്റ് അംഗങ്ങളും കൂടി ചേർന്ന സംവിധാനമാണെന്ന് നമുക്കറിയാം. രാഷ്ട്രപതി ഇല്ലാതെ ഒരു പാർലമെൻറ്റ് ഇല്ല. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് ദ്രൗപദി മുർമു എന്ന രാഷ്ട്രപതിയെ ക്ഷണിക്കാതിരിക്കുകയും അവിടേക്ക് സന്യാസിമാരെ ക്ഷണിക്കുകയും ചെയ്തു. അതാണ് ഈ BJPയുടെ ദളിത് പ്രേമത്തിൻ്റെ ഒരു പൊള്ളത്തരം വെളിവാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ. ഇവർ രാജ്യത്ത് നമുക്കറിയാം, രാജ്യത്ത് ദളിതുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ന്യൂനപക്ഷങ്ങൾ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനെല്ലാം കടന്നാക്രമിക്കുന്ന സംഘപരിവാർ ശക്തികളാണ് വലിയ ദളിത് പ്രേമം കൊണ്ട് പറഞ്ഞു വരികയും ചെയ്തത്. ഇതിൽ വളരെ കൃത്യമല്ലേ ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? SC/ST നേതാക്കളുമായി ഉച്ചഭക്ഷണം, ഏതോ വലിയ കാര്യമാണ് ഈ സുരേന്ദ്രൻ ചെയ്തതെന്നാണ് സുരേന്ദ്രൻ്റെ വൈപ്പ്. പക്ഷേ ഇത് സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ മാത്രം ഒറ്റപ്പെട്ട വാക്കുകളായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. കാരണം BJPയുടെയും സംഘപരിവാർ ശക്തികളുടെയും നിലപാട് അതുതന്നെയാണ്. അവർ പറയുന്ന രാമരാജ്യം, അവർ പറയുന്ന മനുസ്മൃതി കൊണ്ടുവരണമെന്ന് പറയുന്നത്, അതായത് പഴയ ചാതുർവർണ്ണീയ വ്യവസ്ഥ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് ഈ BJPയെയും RSSനെയും നയിക്കുകയും ചെയ്യുന്നത്. നാഗ്പൂരിൽ നിന്ന് ഇറങ്ങുന്ന തിട്ടൂരം അതുതന്നെയാണ് അവരെ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത്. അതായത് ജാതിയില്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. ജാതീയതയും വർഗീയതയുമാണ് BJPയുടെയും സംഘപരിവാറിൻ്റെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ.
അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ, അതായത് നമുക്കറിയാം കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭയിൽ പോലും മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, ഒരു കേന്ദ്രമന്ത്രിയെങ്കിലും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ പരിപൂർണമായി ഹിന്ദു മക്കളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട്, ഹിന്ദു എന്ന് പറയുമ്പോൾ പോലും ഹിന്ദുക്കൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈ ദളിത് പിന്നോക്ക വിഭാഗക്കാരും വരുന്നതുമില്ല. ഒരു പ്രത്യേക ക്ലാസ്, ഒരു വിഭാഗക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള അവരുടെ ഒരു സംഘടനാ സംവിധാനവും അങ്ങനെ തന്നെയാണ്. അവരുടെ നയരൂപീകരണ സമിതികളിൽ ഒന്നിൽ പോലും ഒരു ദളിതനോ ഒരു പിന്നോക്കക്കാരനോ പ്രവേശനമില്ലാത്ത സാഹചര്യം. ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോഴാണ് ഇന്ന് ശരിക്കും സുരേന്ദ്രൻ്റെ വാക്കുകളുടെ പുറത്തു വന്നത് നമ്മൾ കണ്ടത് ഈ സംഘപരിവാറിൻ്റെ BJPയുടെ ഉള്ളിലിരിപ്പ് എന്നുള്ളത് തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പദയാത്രയിലെ ഗാനത്തിൻ്റെ വരികൾ ഓർമ്മിക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അഴിമതികൾ നടത്തിയ ഒരു പാർട്ടിയും മുന്നണിയുമാണ് NDA സഖ്യം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം കഴിഞ്ഞ വാജ്പേയി സർക്കാരിൻ്റെ കാലത്തെ ശവപ്പെട്ടി കുംഭകോണത്തെക്കുറിച്ച് അറിയാം. ശവപ്പെട്ടിയുടെ പേരിൽ വരെ സൈനികരുടെ ശവപ്പെട്ടിക്ക് മേലെ കുംഭകോണം നടത്തിയ ഒരു മുന്നണിക്ക് നേതൃത്വം നൽകിയ പാർട്ടിയാണ് BJP. അവരാണിപ്പോൾ നമ്മൾ പുതിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ട് 4100 കോടി ടണ്ണിൻ്റെ കൽക്കരി സ്വകാര്യ കമ്പനികൾക്ക് മറച്ചു വിൽക്കാൻ വേണ്ടി വലിയ കുംഭകോണം നടത്തിയെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാകുകയാണ്. അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണം തച്ചുടയ്ക്കാൻ നേരമായി കൂട്ടരെ ആഹ്വാനം ചെയ്യുന്നത് BJP നേതൃത്വമാണ്, സംസ്ഥാന നേതൃത്വമാണ്, അവരുടെ അണികളോടാണ്. എന്ത് വേണമെന്ന് അവർ ചിന്തിക്കട്ടെ. പക്ഷേ കേരള സമൂഹം രണ്ട് തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നുള്ളതും ഈ പാർട്ടിയിൽ വിവരമുള്ള ആൾക്കാരും ഇല്ലേ എന്നുള്ളത്.